ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു അടുത്ത ഡിഷുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ദോശ, നമ്മൾ സാധാരണ ഇത് കഴിക്കൽ ഹോട്ടലുകളിലൊക്കെ പോയാൽ നമ്മൾ കഴിക്കുന്നതാണ്. ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെയുള്ള തക്കാളി ചട്നി. ഇവിടെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു തക്കാളി, ഒരു സവോള, ഒരു 3 വറ്റൽമുളക് ഇച്ചിരി എരിവുള്ളതായതുകൊണ്ട് ഒരു 3 പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില. ഞാൻ ശരിക്കും ഷോപ്പിൽ പോയതാണ്, പക്ഷെ മല്ലിയില അവിടെ നിന്ന് കിട്ടിയില്ല. മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയില ആഡ് ചെയ്യണം ശരിക്കും ഇതിന്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഈ സവോളയും തക്കാളിയും വറ്റൽമുളകും മല്ലിയില ഉണ്ടെങ്കിൽ അതും ഈ കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ചെറിയ സിമ്മിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരെണ്ണമൊക്കെ നമ്മൾ എടുത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ ഒരു 1-2 പേർക്കൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റും. ഇനി അതെല്ലാം ഒത്തിരി വേണമെങ്കിൽ നമുക്ക് തക്കാളിയുടെയും സവോളയുടെയൊക്കെ എണ്ണം കൂട്ടിയെടുക്കാം. സവോളയൊക്കെ ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യണ്ട. ഒരുമാതിരി വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. വറ്റൽമുളക് ഒന്ന് പിച്ചി ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയേ. ഇതിന് ഇച്ചിരി അരഞ്ഞു വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ, അതുകൊണ്ട് ലേശം ഉപ്പ് ചേർത്തേച്ചാൽ മതിയേ. നമുക്കിത് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കണം. തീരെ സിമ്മിൽ വെച്ചാൽ മതി. തക്കാളി ആയതുകൊണ്ട് ചിലപ്പോൾ ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്പൂണോളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇച്ചിരി കൂടെ ഒന്ന് തീ നമുക്ക് കൂട്ടി വെക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. ഒന്ന് ഇളക്കി കൊടുക്കണേ. വറ്റൽമുളകൊക്കെ ചിലപ്പോൾ അടുക്കി വെക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വേവാൻ വെക്കാം. നമുക്ക് നോക്കാം, റെഡി ആയോ നോക്കാമേ. ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പ്രത്യേക കാര്യം, ഇത് നമ്മൾ ഈ ചൂടോടുകൂടി എടുത്ത് മിക്സിയിലോട്ട് ഇട്ടാൽ പണി കിട്ടുവേ. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ടെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അടപ്പ് തുറന്ന് അങ്ങ് കംപ്ലീറ്റ് വെളിയിൽ പോയി. ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇവിടെ വെളിയിലാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ, നമുക്കൊന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റുമല്ലോ, അത്ര ചൂടാ. കിച്ചണിൽ നിൽക്കുന്ന കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ, അത്രയും ചൂടാ. അതാ നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനൊന്ന് മിക്സിയിലൊന്ന് അരയ്ക്കട്ടെ. മിക്സിയുടെ ജാർ ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല പഴുത്ത നല്ല റെഡ് കളർ തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കളറും കാണും. ഇതിവിടെ ഏകദേശം അരഞ്ഞിട്ടുണ്ട്. ഇത് പഴുത്ത തക്കാളി ആണെങ്കിൽ വെക്ക അരയും കേട്ടോ. അതിപ്പോൾ ചെറിയൊരു കല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് അരയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നല്ലപോലെ വാട്ടിയാൽ മതി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാമേ. ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ചട്നിയാണിത്. നമുക്ക് ദോശയ്ക്കും ഇഡലിയുടെ ഒക്കെ കൂടെ സാമ്പാറും ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലപോലെ കുട്ടികളും ഒക്കെ കഴിക്കും. എരിവൊക്കെ കുറച്ച് യൂസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.